بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൻ നബയിലെ വജഅൽനാ അൻ-നഹാറ മആസാ, ഇവിടെയാണ് നമ്മൾ പറഞ്ഞ് പകുതിയാക്കി വെച്ചത്. സംവിധാനത്തെ മനുഷ്യ ജീവിതത്തിന്റെ ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ മെരുക്കിയെടുക്കേണ്ടത് എന്നതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: പടച്ച തമ്പുരാൻ ഓരോ മനുഷ്യർക്കും ജീവിക്കാൻ, വയറ് നിറക്കാൻ ഒരുപാട് വഴികളാണ് വെച്ചിട്ടുള്ളത്. എണ്ണിയാൽ ഒതുങ്ങാത്ത തരത്തിലാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവിത മാർഗം തെരഞ്ഞെടുത്തത് നമ്മളാണെങ്കിൽ പോലും അതിനകത്ത് അല്ലാഹുവിന്റെ ഒരു വിധിയും തീരുമാനവുമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഇനി ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ പറയാൻ ഇന്ന് ക്ലാസ് നമുക്ക് ഉപയോഗപ്പെടുത്തണം. അതില് നമ്മൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: there is unimaginable beauty and peacefulness in striving hard for livelihood. മനുഷ്യന്റെ വയറ് നിറക്കാൻ, തന്റെ കുടുംബത്തിന്റെ വയറൊന്ന് നിറച്ചു കിട്ടാൻ കുടുംബനാഥനോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങളോ ശാരീരികമായി പണിയെടുത്ത് കഷ്ടപ്പെട്ട്, അപ്പൊ നമ്മള് വജഅൽനാ അൻ-നഹാറ മആസ എന്ന ആയത്താണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അത്യാവശ്യം അറിയേണ്ട ചില കാര്യങ്ങൾ കൂടെ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ച ഒരു സംഗതി ഉണ്ട്. അത് there is unimaginable beauty and peacefulness in striving hard for livelihood. അല്ലാഹു മനുഷ്യ ശരീരത്തിൽ കത്തിച്ചു നിർത്തിയിട്ടുള്ള ഈ അടക്കാനും സ്വയം അടക്കി വെക്കാനും തന്നെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന തന്റെ കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ ഒരാള് കഷ്ടപ്പെടുന്നതിന്റെ വേദനയിൽ നല്ല സമാധാനമുണ്ട് എന്നതാണ്. അതിന് നമ്മളെ ഉദാഹരണവും പറഞ്ഞു നോക്കി. പഴയ കാലത്ത് മനുഷ്യർ രാവും പകലും പ്രയാസപ്പെട്ടിട്ട് വീട്ടിലേക്ക് കയ്യിൽ കിട്ടിയ പൈസക്ക് മുഴുവൻ സാധനങ്ങളുമായി വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടിലെ മെമ്പർമാരുടെ അവരുടെ ആവേശവും അവരുടെ സ്നേഹവും അവരുടെ യോജിപ്പും ഒക്കെ, അപ്പൊ അതിനകത്ത് ഒരു ഭംഗിയുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ മറ്റൊരാളിലേക്ക് നോക്കിയിട്ട് അയാൾക്ക് ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ എപ്പോഴും വിയർത്തൊലിക്കുന്ന മനുഷ്യനെ, കയ്യിൽ തഴമ്പുള്ള മനുഷ്യനെ അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. പടച്ച തമ്പുരാൻ പരലോകത്ത് പകരം വെക്കും എന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഇനി പകൽ നമുക്ക് ഇങ്ങനെയാണ് അല്ലാഹു സംവിധാനിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവശമാണ് seeking unlawful livelihood may invite the rejection of human life before Allah. ഈ വയറ് നിറക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്യായമായ പോകാൻ പറ്റാത്ത വഴിയിലൂടെ എങ്ങാനും പണം സമ്പാദിച്ച് വിശപ്പടക്കിയാൽ
ഭൂമിയിൽ അവൻ ചെയ്തു വെച്ച സകല കർമ്മങ്ങളും ഇല്ലാണ്ടായി പോകും എന്നതാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വയറ് നിറച്ചതോ കുടുംബത്തിന്റെ വയറ് നിറച്ചതോ അതുണ്ടാക്കാൻ അവൻ തേടിയ വഴി പരമപ്രധാനമാണ്. അവൻ നടന്ന വഴികൾ പരമപ്രധാനമാണ്. അള്ളാഹ് സ്വീകരിക്കൂല എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരാളെ കുറിച്ച് റസൂല് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അവൻ കഴിച്ചത് ഹറാം, അവൻ കുടിക്കുന്നത് ഹറാം, അവൻ ഉടുക്കുന്നത് ഹറാം, അവന്റെ രക്തവും ഹറാം എന്നാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? അതെ, പകലിലാണ്. പകലിൽ മനുഷ്യർക്കിടയിൽ കാണാവുന്ന, കൊള്ളാവുന്ന, നോക്കിക്കാണാവുന്ന രീതിയിലുള്ള ആ വഴിയിലൂടെ മാത്രമേ വരുമാനം കണ്ടെത്താവൂ എന്നാണ്. അഥവാ എന്റെ ശരീരത്തിൽ ഊറിപ്പിടിച്ച, ഞാൻ വിശപ്പടക്കിയതിന് ശേഷം ഊറിപ്പിടിച്ച ഒരു തുള്ളിച്ചോര അത് ഹറാമായി കൂടാ എന്ന ബോധം നമുക്ക് വേണം. ഈ വിശപ്പെന്ന വികാരം വന്ന് മനുഷ്യൻ മരിച്ചാലും ശരി, സാധനം വിശപ്പടക്കാൻ ഉപയോഗിക്കരുത് എന്നത് വളരെ വളരെ കൃത്യമാണ്, അല്ലേ? അങ്ങനെയാണത്. അതുകൊണ്ടാണ് മാർഗം തേടുന്നതിൽ ചില വഴികൾ ഇസ്ലാം ഹറാമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. പലിശയുടെ പണിയെടുക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ ഒരുപാട് ജോലികൾ ഹറാമായ സാധനമാണ്. അങ്ങനെ നമ്മൾ വരുമാനം ഉണ്ടാക്കിക്കൂടാ. ഒരു രൂപ പോലും അങ്ങനെ ഉണ്ടാക്കിക്കൂടാ. ഞാൻ ഇടക്കിടക്ക് നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഒന്നാണ്, ഏറ്റവും മ്ലേച്ഛമായ പണിയെടുക്കുന്നവനെ ഏറ്റവും മനോഹരമായ പേരിട്ടിട്ട് ഒരുപാട് പൈസ കൈ നനയാതെ പൈസ ഉണ്ടാക്കുന്ന വലിയ ഖേമന്മാരുണ്ട്. അവർക്ക് സമുദായത്തിൽ വലിയ പേരാണുള്ളത്. അവൻ ചെയ്യുന്ന പണിയോ അത് കേൾക്കുമ്പോൾ വളരെ സുന്ദരമായിരിക്കും, പക്ഷേ അത് ഹറാമാണ്. ഉദാഹരണത്തിന്, കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം ചോദിച്ചു വാങ്ങിക്കുന്നതിൽ അറപ്പില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. അതിന്റെ കമ്മീഷൻ എനിക്ക് വേണം എന്നത്. ഇത് പറഞ്ഞ് സകല മനുഷ്യരും അത് ഉപയോഗിച്ചു തുടങ്ങിയപ്പോ അതിനകത്തൊരു മ്ലേച്ഛതയൊന്നും നമ്മൾ കാണുന്നില്ല. എവിടെ എത്തി ലോകം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലേ? അത് മ്ലേച്ഛമായ സാധനമാണ്. ഞാനൊരു പണിയെടുത്തിട്ടില്ല, അല്ലേ? ഒരു മനുഷ്യന് ചെയ്യേണ്ട ഒരു ചെറിയ സഹായം മാത്രം, പക്ഷെ ആ സഹായത്തിന് ഞാൻ പങ്കുപറ്റുക എന്നത് വളരെ മ്ലേച്ഛമാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ വാടക കൂടുതലാണ്, അല്ലേ? ഈ വാടക ഉണ്ടല്ലോ. ഇപ്പൊ മണക്കാട് പ്രദേശത്തൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, ഭയങ്കര വാടകയാണുള്ളത്. ഓരോ വർഷവും വാടകക്കാരൻ മാറി മാറി വരും. അയാൾ ഒരു 3 വർഷം അവിടെ നിൽക്കാറില്ല. എന്താ കാരണം? ഒരു വർഷം കഴിഞ്ഞ് മറ്റൊരു വർഷം കഴിയുമ്പോഴേക്കും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ 1000ഉം 2000ഉം കൂടും എന്നതിനാൽ അപ്പോൾ താമസിക്കുന്ന മനുഷ്യനെ ഒരു വർഷം 11 മാസം കഴിയുമ്പോൾ ഇറക്കി വിടും. നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു നോക്കണം. 11 മാസം കഴിഞ്ഞ് ആകെയുള്ള സമ്പാദ്യം 2 കട്ടിലും ഒരു ബെഡും 3 പാത്രവും 2 സ്പൂണും ഒക്കെയാണ് ഉള്ളത്. പിന്നെ കുറെ മക്കളും, ഇവരെ ഒരു വലിയ കുടുംബവും. ഈ കുടുംബത്തെ അടുത്ത് ഈ 11 മാസം കഴിയുമ്പോൾ എവിടെ താമസിപ്പിക്കുമെന്ന് ഇവനിങ്ങനെ വെപ്രാളം തുടങ്ങും. കാര്യം അവന് തന്നെ അറിയാം, എനിക്ക് 11 മാസമേ കിട്ടൂ എന്നത്. എന്നിട്ട് അയാൾ ആ 11 മാസത്തോടടുക്കുമ്പോഴേക്കും ചുറ്റുഭാഗവും നോക്കി എവിടെയാണ് വീട് വേറെ വാടകക്ക് എന്ന് തേടി അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വാടകക്ക് വീടുള്ളതെന്ന് ആ നാട്ടിലെ സകല മനുഷ്യർക്കും അറിയാം, പക്ഷെ വാടകക്കാരന് മാത്രം അറിയില്ല, അവൻ അറിയാൻ പാടില്ല. എന്നിട്ടോ എന്നും കണ്ടുമുട്ടുന്നവൻ, എന്നും നമസ്കാരത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ കാണുമ്പോ അവസാനം അദ്ദേഹം പറയാണ്, എനിക്കൊരു വീടറിയാം, പക്ഷേ പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് 1 മാസത്തെ വാടക നൽകണം എന്ന മനുഷ്യന്റെ തലയിലേക്ക് ഒരു അടി കൂടെ അടുക്കുന്നതിന് തുല്യമല്ലേ അത്? എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ വീടില്ലാതെ അലയുമ്പോ ഇങ്ങോട്ട് വാടാ, ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അവനെ താമസിപ്പിക്കേണ്ടതിന് പകരം എനിക്കറിയാമത്, പക്ഷെ ഞാനത് പറയൂല. ഞാനത് പറയണമെങ്കിൽ
എനിക്കൊരു മാസത്തെ ശമ്പളം, ഒരു മാസത്തെ വാടക നൽകണം. ഇതിന് നല്ല പേരാണ് കമ്മീഷൻ എന്ന. ഹൗ ബ്യൂട്ടിഫുൾ ദ നെയിം ഈസ് അല്ലേ? ഇതൊക്കെ തിന്നണേക്കായും നല്ലത് ഈ ക്ലാസ് ആയതുകൊണ്ട് പറയാൻ പറ്റൂല, നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, പകലിൽ മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയ ഹറാമല്ലാത്ത വഴികളിലൂടെ മാത്രമേ സമ്പാദിക്കാവൂ എന്നാണ്. എന്റെ മക്കളുടെ വയറ്റിലേക്ക് ഹറാമായി ഞാൻ തേടിയ ഒരു വഴിയിലൂടെ കടക്കാൻ പാടില്ല എന്നതാണ്. ഉണ്ടാവാനേ പാടില്ല. സാധനം അത്ര വേറൊരാൾക്ക് കൊടുക്കാൻ പോലും പാടില്ല. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പള്ളികളിലേക്ക് കള്ള് കച്ചവടക്കാരന്റെ പൈസ നമ്മൾ സ്വീകരിക്കില്ലായിരുന്നു, പള്ളികളിലേക്ക് നമ്മൾ സിനിമ നടത്തുന്നവന്റെ പൈസ വാങ്ങിക്കാറില്ലായിരുന്നു. ഇതൊക്കെ വാങ്ങിക്കാണ്ടിരിക്കുന്നത് അത് കൊള്ളൂല എന്നുള്ളത് കൊണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു വിവേചനമൊന്നും നമുക്ക് കൽപ്പിക്കാൻ പോലും പറ്റുകയില്ല. സൂഫി കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൂഫി കഥകൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ നിന്ന് മനുഷ്യർ വ്യതിചലിച്ചപ്പോ മനുഷ്യന്മാരെല്ലാം ഒരിക്കൽ കൂടെ ഇസ്ലാമിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ടായ ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്നത്. ദർ ഇസ് നോ സൂഫിസം ഇൻ ഇസ്ലാം. ഇസ്ലാമിൽ സൂഫിസം ഇല്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് കഥകളായി കേൾക്കാം. ഇതെല്ലാം സത്യമാണ്. ഓരോ സൂഫിയുടെ ജീവിതത്തിലും അവരുണ്ടാക്കിയെടുത്ത ഒരു ത്യാഗത്തിന്റെ കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊരു കഥ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാം. അഹമ്മദും മുഹമ്മദും രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ. അവർക്കിടയിൽ യാതൊരു വരമ്പുകളുമില്ല അല്ലെ? അഹമ്മദിന്റെ വീട്ടിൽ വല്ല വിശിഷ്ട വിഭവങ്ങളും പാചകം ചെയ്താൽ അത് മുഹമ്മദിന്റെ കുട്ടികൾക്ക് കൂടെയുള്ളതാണ്. പരസ്പരം വരമ്പുകളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്നേഹിച്ച് കഴിയുന്ന കാലം. അങ്ങനെയാണ് ഒരു ദിവസം അഹമ്മദിന്റെ വീട്ടിലേക്ക് മുഹമ്മദിന്റെ മക്കൾ ചെന്നപ്പോ അഹമ്മദിന്റെ ഭാര്യ ആഹാരം മക്കൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. അഹമ്മദിന്റെ ഭാര്യ മക്കൾക്ക് മാംസാഹാരം വിളമ്പിക്കൊണ്ടിരിക്കെ മുഹമ്മദിന്റെ മക്കൾ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോ, നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പറഞ്ഞയക്കുകയാണ്. സഹിക്കൂല. കാരണം എന്താ? അങ്ങനെ കഴിയുന്നവർ മാംസാഹാരം കഴിക്കുമ്പോ എന്റെ കുട്ടിക്ക് ഒരു പ്ലേറ്റിൽ ഒരു കഷ്ണം ഇട്ട് കൊടുക്കേണ്ടതിന് പകരം വീട്ടിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആട്ടിയിറക്കി എന്ന് പറഞ്ഞാല് ആരും സഹിക്കൂല. അങ്ങനെ രാത്രി മുഹമ്മദ് വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ സങ്കടം പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തെന്ന് നിങ്ങൾ നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്ന ആ മനുഷ്യനെ കൊള്ളൂല. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്ത ക്രൂരത നിങ്ങൾ കേൾക്കണോ? എന്റെ പൊന്നു കുട്ടികള് അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവർ മാംസാഹാരം കഴിക്കുകയായിരുന്നു. അത് കൊടുക്കാണ്ടിരിക്കാൻ എന്റെ മക്കൾ അവർ ഇറക്കി വിട്ടു. ഇതെങ്ങനെ സഹിക്കും നമ്മൾ എന്ന് പറഞ്ഞിട്ട് അവരാകെ വെപ്രാളപ്പെടുകയാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, നമുക്കും വെപ്രാളം വരും. എന്നിട്ട് എന്താ ഉണ്ടായേ? പിന്നീട് കുറച്ച് ദിവസങ്ങളായി അവര് പരസ്പരം മിണ്ടുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അഹമ്മദിന് സങ്കടം സഹിക്കാൻ വയ്യാതെ എന്താണ് ഇവന് പറ്റിയതെന്നറിയില്ല. മുഹമ്മദ് ഇപ്പോൾ സഹകരിക്കുന്നില്ല. അവൻ എന്നെ കാണാത്ത പോലെ പിറകോട്ട് പോവുകയാണ്. അവസാനം അവന്റെ തോളിൽ ചെന്ന് പിടിച്ചു കുലുക്കിയിട്ട്, അല്ല സഹോദര, എന്താണ് നമുക്കിടയിൽ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോഴാണ് മുഹമ്മദ് കഥ പറയുന്നത്. ഇന്നാലിന്ന ദിവസം എന്റെ മക്കൾ ചെന്നപ്പോ നിങ്ങളുടെ ഭാര്യ ഒരു കഷ്ണം കൊടുക്കാതെ എന്റെ മക്കളെ ഇറക്കി വിട്ടു എന്ന്. ഇത് പറഞ്ഞതോടുകൂടെ അഹമ്മദ് മുഹമ്മദിനെ കെട്ടിപ്പിടിച്ച് അവന്റെ ചെവിയിൽ പറയുകയായിരുന്നു, അല്ലയോ മുഹമ്മദ്, നിന്നോടും നിന്റെ കുടുംബത്തോടുള്ള അമിതമായ സ്നേഹത്താലാണ് എന്റെ ഇണ അത് ചെയ്തത്. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാംസം എന്റെ മക്കൾക്ക് ഹലാലും നിന്റെ മക്കൾക്ക് ഹറാമുമാണ്. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ നിന്റെ അടുത്ത് ചോദിക്കാൻ ഇല്ല എന്ന് എനിക്കറിയാം. അവസാനം എന്റെ മക്കള് പട്ടിണി കിടന്ന് മരിക്കുമെന്നായപ്പോ ഞാൻ പണിക്ക് പോയി എനിക്കൊരു ജോലിയും കിട്ടാതെ വൈകുന്നേരം ഞാൻ ഇങ്ങനെ മടങ്ങി വരുമ്പോഴാണ് ഒരു പന്നി ചത്ത് കിടക്കുന്നത് കാണുന്നത്. അള്ളാഹു എന്റെ മുന്നിൽ കാണിച്ചതാണത്. പന്നി മാംസം കഴിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്, പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. മക്കൾ മരിക്കുമെന്ന അവസ്ഥയിൽ ഒരു പിതാവിന്റെ മുന്നിൽ ചത്ത മാംസം കണ്ടാൽ അതെനിക്ക് കഴിക്കാമെന്ന ന്യായത്താൽ ഞാൻ എടുത്തു കൊണ്ടുവന്ന് എന്റെ കുട്ടികൾക്ക് കൊടുക്കുകയായിരുന്നു. പക്ഷേ ആ നിഷിദ്ധമായ മാംസം എന്ന് ആ ഒരു കരുതലിനാൽ എന്റെ ഭാര്യ അത് ചെയ്തത് കൊണ്ട്
എങ്ങനെയാണത് മോശത്തരമാകുന്നത് എന്നാണ്. ഇത് നമ്മുടെ മുൻഗാമികൾ കാണിച്ച ത്യാഗത്തിന്റെ കഥയാണ്. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 10 രൂപ എനിക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന വേലകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. കൈക്കൂലിക്കാരായ എത്ര ഉദ്യോഗസ്ഥന്മാർ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലെ, കച്ചവടത്തിൽ സത്യസന്ധതയില്ലാത്ത എത്ര കച്ചവടക്കാർ, കിട്ടിയ കുഞ്ഞുങ്ങളെ നേരെ ചൊവ്വെ പഠിപ്പിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കുന്ന അധ്യാപകന്മാർ. ഇതൊക്കെ അല്ല വെറുതെ വിടുമെന്നാണോ തോന്നുന്നത്? വയറ് നിറക്കാൻ വേണ്ടി അല്ലാഹു നൽകിയ ഒരു മാർഗത്തിൽ അത് ന്യായമായ വഴിയിലേ പോകാവൂ എന്നാണ്. അത് ന്യായമായ വഴിയിലേ പോകാവൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ സീക്കിംഗ് ലിവ്ലിഹുഡ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അതിൽ ശ്രദ്ധിച്ചിരുന്നു. ഒരു മനുഷ്യൻ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അവൻ അതിൽ സംതൃപ്തി കിട്ടുമെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ. റസൂലിനോട് പരാതി പറയുമ്പോൾ എല്ലാത്തിലും പരാതി പറയും. ആ പരാതി പറഞ്ഞതിൽ ഒന്നായിരുന്നു, റസൂലെ, എനിക്ക് ജോലി ചെയ്യുമ്പോൾ എനിക്ക് മടുപ്പ് അനുഭവപ്പെടുന്നു, എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്, മനുഷ്യന് സമാധാനം കിട്ടാത്ത ഒരു ജോലി നിങ്ങൾ തേടിപ്പോകരുത്, വേറെ ജോലി മാറി നിങ്ങൾ തേടണം എന്ന്. ഇതൊരു ഭയങ്കര കൗൺസിലിംഗ് ആണ്. അല്ലെ, ലോകം കണ്ട ഏറ്റവും വലിയ കൗൺസിലർ ആൻഡ് മോട്ടിവേറ്റർ അത് നമ്മുടെ റസൂലാണ്. റസൂലിന്റെ വേറൊരാൾ വന്നിട്ട് ചോദിക്കാണ്, അല്ല റസൂലെ, ഞാൻ എന്റെ കുടുംബത്തെ നോക്കാൻ കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു, ആ പണി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് റസൂൽ ഉപദേശിക്കുന്നത്, കച്ചവടം എന്ന പണി നിനക്ക് പറ്റൂലട്ടോ, നിനക്ക് പറ്റിയ പണി നീ മലയിൽ കയറി വിറക് കൊണ്ടുവന്ന് ശേഖരിച്ച് കൊടുക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന്. എന്തിന്റെ അർത്ഥത്തിലായിരിക്കും റസൂൽ അത് ഉപദേശിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിറകിൽ ഏതൊരു ജോലിയും അങ്ങനെ തന്നെ, എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല, കാരണം കച്ചവടത്തിൻ്റെതൊന്നും നമുക്ക് പറ്റൂല, 6 മാസം കഴിയുമ്പോൾ ഞാനത് പൂട്ടേണ്ടി വരും എന്ന് വെച്ചാൽ എനിക്ക് അതിലല്ല അള്ളാഹു കഴിവ് തന്നിട്ടുള്ളത്. മറിച്ച് അദ്ദേഹത്തിന് അള്ളാഹു കഴിവ് കൊടുത്തിരുന്നത് നല്ല ആരോഗ്യമുള്ള, നല്ല ശരീരമുള്ള ഒരാളാണ്. അയാൾക്ക് കായികമായി അതിന് കുറെയൊന്നും ബുദ്ധിശക്തിയൊന്നും ഉപയോഗിക്കേണ്ടാത്ത വിറക് വെട്ടുന്ന പണിയെടുക്കുക എന്നത് അദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആയത് കൊണ്ടാണ് നമ്മുടെ റസൂൽ അങ്ങനെ പറഞ്ഞു വരുന്നത്. എടുക്കുന്ന ജോലിയിൽ സമാധാനമില്ല എങ്കിൽ അത് മുഴുനീള വ്യവസ്ഥയെ സ്വാധീനിക്കും എന്നതാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ, 2 എഞ്ചിനീയർമാർ തമ്മിൽ കല്യാണം കഴിച്ചു. ഡൽഹിയിൽ നടന്ന ഒരു കേസിന്റെ, കോടതിയിൽ വന്ന ഒരു കേസിന്റെ സംഗതിയാണ്. അപ്പൊ അങ്ങനെ ചെറുപ്പക്കാരാണ്, ചെറിയ 2 ഭാര്യയും ഭർത്താവും. അങ്ങനെ അവർ രാത്രി കാലത്ത് വഴക്ക് കൂടിയതിന് ശേഷം ഭാര്യയെ അദ്ദേഹം കുത്തിയിട്ടാണ് കൊല്ലുന്നത്. കൊന്നതിന് ശേഷം കോടതിയിൽ കൊണ്ടുവന്ന് ജഡ്ജി ചോദിക്കുകയാണ്, നിങ്ങളെല്ലാം, അയാൾക്ക് അറിയണോ അത് എന്ത് കാരണത്തിലാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒറ്റ മറുപടി, റോങ് സെലക്ഷൻ ഓഫ് മൈ കരിയർ എന്നാണ്. എനിക്ക് പറ്റാത്ത ഒരു ജോലി ഏറ്റെടുത്തതിന്റെ ഫലമാണിത്. അഥവാ ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ അദ്ദേഹം പോകുന്നു, അവിടുത്തെ ഡിസാറ്റിസ്ഫാക്ഷനുമായി വീട്ടിലേക്ക് വരുന്നു, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. അപ്പൊ എടുക്കുന്ന പണിയിൽ സംതൃപ്തി ഉണ്ടാവുക, സംതൃപ്തിയോടുകൂടെ വീട്ടിലേക്ക് കയറി വരിക, അപ്പോൾ വീട്ടുകാർക്കിടയിൽ സന്തുഷ്ടമാകും, സന്തുഷ്ടമായ അംഗങ്ങൾക്കിടയിൽ സന്തുഷ്ട കുടുംബം സൃഷ്ടിക്കപ്പെടും, സന്തുഷ്ട കുടുംബവും ഒരു സൊസൈറ്റിയും, ഒരു സൊസൈറ്റി ചേർന്ന ഒരു രാഷ്ട്രവും സൃഷ്ടിക്കപ്പെടുന്ന ഒരു വല്ലാത്ത വ്യവസ്ഥയാണ്. ഈ ലിവ്ലിഹുഡ് തേടുന്ന മാർഗം തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ കഴിവിനും യോഗ്യതയും സംതൃപ്തിയും ഒക്കെയുള്ള ഒന്ന് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ എന്നത്. നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ആളുകളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചൊന്നും നമ്മൾ ജോലി തിരഞ്ഞെടുക്കരുത് എന്ന് നമുക്കറിയാം. പിന്നെ വേറൊന്നാണ് പ്രൊഫഷണൽ എത്തിക്സ്. അള്ളാഹു നമുക്കായി നിശ്ചയിച്ചു തന്നിട്ടുള്ള നമ്മുടെ വിശപ്പടക്കാനുള്ള മാർഗം നിശ്ചയിച്ചു തന്നതിൽ പ്രൊഫഷണൽ എത്തിക്സ് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നരകത്തിന്റെ അവസാനത്തെ തട്ടിലേക്ക് പോകും. എല്ലാ ജോലിയിലും നമുക്ക് ഒരു പ്രൊഫഷണൽ എത്തിക്സ് കാത്തു സൂക്ഷിക്കണം.
നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈലുല്ലിൽ മുസല്ലീൻ അല്ലെ. ഒരു ഭാഗത്ത് ഖുർആൻ ഒരിക്കൽ കൂടെ അത് ഉപയോഗിക്കുന്നത് ഒരേ ഭാഷയിൽ ഒരേ റിതമിൽ ഉപയോഗിക്കുന്നത് വൈലുല്ലിൽ മുത്തഫിഫീൻ എന്നാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നരകത്തിന്റെ അവസാനത്തെ തട്ട് എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അന്ന് ജീവിതമാർഗം തേടുന്നതിൽ മനുഷ്യനാകെയുള്ള വഴി കച്ചവടമാണ്. ആ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ അഥവാ കച്ചവടത്തിന്റെ എത്തിക്സ് പൊട്ടിച്ചാൽ അവനുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തുള്ളത്? നരകമുള്ളത് എന്നാണ്. ഇതിനർത്ഥം വെച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും കച്ചവടം ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയാല് കച്ചവടത്തിൽ മാത്രമേ സത്യസന്ധത പുലർത്തേണ്ടത് എന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല. ഖുർആനിന്റെ ആയത്തുകളുടെ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലോകാവസാനം വരെയുള്ള എല്ലാ പ്രൊഫഷനും പാലിച്ചിട്ടില്ല എങ്കിൽ അവരെല്ലാവരും പോകേണ്ടത് വയലിൽ തന്നെയാണ്. അഥവാ എല്ലാ മനുഷ്യനും സൂക്ഷിക്കേണ്ടതാണ് ഇത് എന്ന്. എല്ലാ മനുഷ്യനും കാത്തു സൂക്ഷിക്കണം അല്ലെ. താഴേക്കിടയിലെ തൂമ്പ എടുത്തിട്ട് സ്ഥലം ഇങ്ങനെ കിളച്ച് മറിക്കുന്ന ഒരു കർഷകൻ മുതൽ നമ്മൾ ആദ്യ സ്റ്റാറ്റയിൽ കാണുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ വരെ ഈ പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കണം എന്നാണ്. തന്റെ കുടുംബത്തിന്റെ വിശപ്പടക്കാൻ അല്ലാഹു നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള ഈ മാർഗത്തിലെ വാല്യൂസ് ഒരാൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് നരകത്തിൽ പതിക്കും എന്നാണ് അല്ലെ. അപ്പോ ഡോക്ടർക്ക് എത്തിക്സ് വേണം, എഞ്ചിനീയർക്ക് എത്തിക്സ് വേണം, അല്ലെങ്കിൽ നമ്മളെ എറണാകുളത്തെ പാലം പോലെ ഇരിക്കും, അത് പിന്നീട് പൊളിക്കേണ്ടി വരും. എല്ലാ കാര്യത്തിലും അധ്യാപകൻ എത്തിക്സ് ഇല്ലേ അല്ലെ. മക്കളൊക്കെ ഇത്ര കുഴപ്പക്കാരാവാൻ എന്താണ് കാര്യം? രാവിലെ പോവുക, വൈകുന്നേരം വരിക, ഇതിനിടയിൽ കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വെറും ശമ്പളം മാത്രം വാങ്ങുന്ന അധ്യാപകർ ഉള്ളത് കൊണ്ടാണ് ഈ അവസ്ഥ വന്നത്. അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ ആണ് ഏറ്റവും വലിയ അവരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവരും മുത്തഫിഫിലാണുള്ളത്. അവർക്കും നരകത്തിന്റെ അവസാനത്തെ തട്ടാണുള്ളത്. എല്ലാ കാര്യത്തിലും എത്തിക്സ് നിലനിൽക്കുന്നു എന്നാണ്. ഇനി അതിലും വലുതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു, നോട്ട് ടു അക്യുമുലേറ്റ് സെയിം പ്രൊഫഷണൽസ് ഇൻ ദ സെയിം ഏരിയ. അതെ, ഒരു പ്രദേശത്ത് തന്നെ ഒരേ പ്രൊഫഷനിലുള്ള ആളുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു പ്രദേശങ്ങളിലേക്ക് പങ്കിട്ടെടുത്തിരുന്നു. ഇത് ഒരു വലിയ തിയറിയാണ് നമുക്ക് നൽകുന്നത്. അതായത് ഏതെങ്കിലും ഒരു ദേശത്ത് ഒരുപാട് എഞ്ചിനീയർമാർ അക്യുമുലേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്താൽ മറ്റൊരു ഭാഗത്ത് അവരില്ല എങ്കിൽ റസൂൽ ഇവിടെ നിങ്ങൾ താമസിക്കേണ്ടതില്ല എന്ന് പറയുകയും ആ പ്രദേശത്ത് പോയി താമസിച്ച് ആ സമൂഹത്തിന് അവരുടെ സർവീസ് ഉപയോഗിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. അത് എത്ര വലിയ പൊളിറ്റിക്കൽ നിയമമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക വ്യവസ്ഥയിൽ നമ്മൾ ഈ കാണുന്നത് പോലെ 10,000-കണക്കിന് പ്രൊഫഷണൽസുകളെ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ 5 വർഷത്തേക്ക് അത് നടത്തും. ആവശ്യമായ മനുഷ്യ വിഭവശേഷി പുറത്തേക്കിടും. അതിന് കഴിയുമ്പോൾ ആ സ്ഥാപനം അടച്ചുപൂട്ടും. പിന്നീട് 10 വർഷം കഴിഞ്ഞ് വീണ്ടും അത് തുറക്കും. കാരണം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കുറെ പ്രൊഫഷണൽസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നത് ഇസ്ലാമികമായ ശരീഅത്തിന്റെ നിയമമാണ്. പക്ഷെ ഇതൊന്നും ഒരു രാജ്യത്തും നടപ്പിലാകുന്നില്ല എന്നതാണ്. പക്ഷെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ പ്രവാചകൻ, പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയുടെ ഏറ്റവും വലിയ ഒരുപ്പിയായിരുന്നു അത്. ഒരേ ജോലി ചെയ്യുന്ന മനുഷ്യർ ഒരു സ്ഥലത്ത് ഓടില്ല, അവർ അപ്പുറങ്ങളിലേക്ക് അവർ പോകണം എന്നതാണ്. ഇനി എന്താണ് ഈ ലിവ്ലിഹുഡ് തേടുമ്പോൾ മനസ്സിലാക്കേണ്ട അടുത്ത സംഗതിയാണ്, വരുമാന മാർഗം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല ഒരാൾ പണിയെടുക്കേണ്ടത്. ഭക്ഷണത്തിന് മാത്രമാണെങ്കിൽ നമ്മൾ ആരും ഇത്ര പണിയെടുക്കേണ്ടതില്ല. അങ്ങനെയാണ് പറയുന്നത് അല്ലെ. ഈ വരുമാന മാർഗം, ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നത് ലിവ്ലിഹുഡ് മീൻസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ലിവ്ലിഹുഡ്. ആത്മീയവും ഭൗതികവുമായ ലിവ്ലിഹുഡ് നമ്മൾ കരസ്ഥമാക്കണം. എന്താണ് ഈ ഫിസിക്കൽ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത്? ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒരാള് പകലിനെ ഉപയോഗപ്പെടുത്തേണ്ടത്, രാവും പകലും അയാൾ കഷ്ടപ്പെടുത്തേണ്ടതിന് ഭൂമിയിൽ ഒരു സ്വർഗം തീർക്കാനാണ്. ഭൂമിയിൽ ഒരു സ്വർഗം തീർക്കാൻ
എന്താണ് ഭൂമിയിൽ ഒരു സ്വർഗം തീർക്കുക എന്ന് പറഞ്ഞാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 3 സാധനം ഒരാൾക്ക് കയ്യിൽ കിട്ടിയാൽ, കൈവശം വെച്ചാൽ, അയാൾ സ്വന്തമാക്കിയാൽ, അയാൾ ആർജിച്ചെടുത്താൽ അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വർഗമുണ്ട്, ഭൂമിയിൽ സ്വർഗമുണ്ട് എന്നാണ്. എങ്ങനെ ഭൂമിയിൽ സ്വർഗമുണ്ടാവും? അതിൽ 3 എണ്ണത്തിൽ ഒന്നാമത്തതാണ് എ നോട്ട് നാരോ ഹോം, ഒരു വീട്, ഇടുങ്ങൊരു വീട്. ഒരു കൊച്ചു സ്ഥലവും ഒരു കുറഞ്ഞ സ്ഥലവുമായാൽ മനുഷ്യരുടെ മനസ്സും ഇടുങ്ങിപ്പോവും. കാരണം ആ വേറൊരാൾക്കിടമില്ല, ഒരു സാധ്യത. അപ്പൊ ഞാനും എന്റെ വീടും എന്റെ ചുറ്റുമതിലും എന്റെ കുടുംബവും എന്ന അവസ്ഥയിലേക്ക് വിശാലതയുള്ള ഒരു വീടിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം, നന്നായി പണിയെടുക്കണം. രണ്ടാമത്തതാണ് ഒരു നല്ല വാഹനം എന്ന്. വഴിയിൽ തങ്ങാത്തൊരു വാഹനം, കുറച്ചങ്ങ് ഓടിയതിന് ശേഷം പിന്നീട് ഓടാൻ കഴിയാതെ ബ്രേക്ക് ഡൗൺ ആകുന്ന ഒരു വാഹനമല്ല. ഒരു നല്ല വാഹനം എല്ലാവരുടെയും മഈശത്തിന്റെ ഭാഗമാണ്. കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് യാത്രകളാൽ സമൃദ്ധമായതായിരിക്കണം. ഒന്നുകിൽ മറ്റൊന്നിലേക്ക് പോകാനും കാര്യങ്ങൾ നിർവഹിക്കുവാനും ഒരു വാഹനം എന്നതും താമസിക്കാൻ ഒരു വിശാലമായ വീടും ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ ഉണ്ടാവേണ്ടതാണ്. എന്ന് പറയുന്നത് പരാതി പറയാത്ത ഭാര്യ എന്നാണ്. ഭാര്യ എന്നത് എന്താണ്? ഈ പരാതി പറയാത്ത ഭാര്യ, ഭാര്യമാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി റസൂല് പറയുന്നില്ല. ഭാര്യ പരാതി പറയൂല. എപ്പോഴാ ഭാര്യ പരാതി പറയാത്തത്? ഒരു വീട്ടിനകത്തേക്ക് അവർ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളും സാധനങ്ങളും ഒക്കെ അദ്ദേഹം എത്തിക്കുമ്പോ, ഭർത്താവ് എത്തിക്കുമ്പോ ഒരു പരാതിയും പറയില്ല. അല്ലെങ്കിൽ പെണ്ണെപ്പോഴും പരാതിക്കാരി എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്. ദേ നമ്മുടെ കുട്ടികൾക്ക് ഉടുപ്പില്ല കേട്ടോ, ദേ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം ഇല്ല കേട്ടോ, അടുത്ത വീട്ടിൽ മാംസം വേകുമ്പോ നമ്മുടെ കുട്ടികളെ ഒരു കഷ്ണം അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് പറയാനിട്ടോ എന്ന് കംപ്ലൈന്റ് പറയാത്ത, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടിനെ കുറിച്ച്, ഒരു ഹൗസ്, അങ്ങനെയല്ലേ നമ്മൾ പറയാം, ഒരു കുടുംബ സംവിധാനത്തെ കുറിച്ചിട്ടാണ് ആ സംസാരിക്കുന്നത്. അപ്പൊ നല്ല ഒരു വീടും നല്ല ഒരു വാഹനവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായതുമൊക്കെ വാങ്ങാനൊക്കെയുള്ള ഒരു ജീവിത മാർഗമാണ് നമ്മൾ എല്ലാവരും തേടേണ്ടത്. പരലോകത്തും നമുക്ക് ലിവ്ലിഹുഡ് വേണം. അതിന് ഇവിടുന്നാണ് പണിയെടുക്കേണ്ടത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുക? ഇസ്ലാമിന്റെ 5 ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ ഇടക്കിടക്ക് പറയുന്ന 5 എണ്ണം ഉണ്ടല്ലോ, അതില് 3 എണ്ണമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ചെയ്യാറുള്ളത്. ബാക്കി 2 എണ്ണം ചെയ്യാറില്ല. ഷഹാദത്ത് നമ്മൾ പറയും, നമസ്കരിക്കും, നമ്മൾ നോമ്പെടുക്കും. ബാക്കി 2 എണ്ണം അത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നത് സമ്പന്നരായ ഒരു കൂട്ടം മനുഷ്യർക്ക് മാത്രം ചെയ്യാനുള്ള സാധനമാണ് ഇപ്പൊ ഈ സക്കാത്തും പിന്നെ ഹജ്ജ് എന്നാ പറയുന്നത്. അതെങ്ങനെ ശരിയാവുക? അങ്ങനെയെങ്കിൽ ഇസ്ലാമിൽ എവിടെയാ ന്യായമുള്ളത്? എല്ലാവർക്കും ചെയ്യണം ഈ സാധനം. പക്ഷെ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ പകലിനെ ശരിക്കും ഉപയോഗപ്പെടുത്തണം. രാവും പകലും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ 2 സാധനവും നിർവഹിക്കാൻ പറ്റൂ. നമുക്കൊരു കൊതി ഉണ്ടാവണം. എന്താ കൊതി? പടച്ചവനെ, നീ എനിക്ക് വേണ്ടി നിർബന്ധമാക്കി വെച്ചിട്ടുള്ള ഈ 5 ആരാധനകളും നിർവഹിക്കുവാൻ എനിക്ക് നീ പ്രാപ്തി നൽകണം കേട്ടോ എന്ന്. സക്കാത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സക്കാത്ത് കൊടുക്കാൻ ചിലപ്പോ 60 വർഷമായി ഒരാൾ കഷ്ടപ്പെടുമായിരിക്കും. ചിലപ്പോൾ 61ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സക്കാത്ത് എന്ന് പറയുന്ന കടുത്ത ആരാധന നിർവഹിക്കുവാനുള്ള പൈസ വരുമ്പോ ആ 8 അവകാശികൾക്ക് കൊടുത്തു തീർത്തിട്ട്, എല്ലാ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള 8 അവകാശികൾക്ക് ഈ സക്കാത്ത് എത്തിച്ചിട്ട്, എന്നിട്ട് അതിന്റെ നിർവൃതിയിൽ വീട്ടിലേക്ക് മടങ്ങി റബ്ബിലേക്ക് ഒരു സുജൂദിൽ വീഴലുണ്ട്. പടച്ചവനെ, നീ എന്നിൽ നിർബന്ധമാക്കിയ സക്കാത്ത് എന്ന ആരാധന നിർവഹിക്കുവാൻ എനിക്ക് കരുത്ത് നൽകിയ, എനിക്കതിനൊരു അവസരം നൽകിയ പടച്ചവനെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ മുന്നിൽ ഒരു കിടക്കലുണ്ട്. നമസ്കാരപ്പായ നനയുന്ന ഒരു സുജൂദുണ്ടാകും. ഇതുവരെ പണിയെടുത്തത് മരിക്കണീന്റെ മുമ്പ് ഈ ആരാധനയൊന്ന് നിർവഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഒരാളിൽ ആവശ്യമായി ജീവിച്ചിട്ട് അവസാനം ഇങ്ങനെ കുറച്ച് പൈസ, ലക്ഷങ്ങൾ അല്ലെങ്കിൽ കുറെ സ്വർണം,
ബാക്കിയാവരാരോ അവർക്ക് മാത്രമുള്ളതാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ സമ്പന്നർക്ക് വേറൊരു ഇസ്ലാം കാര്യവും ഫക്കീറായ ആളുകൾക്ക് വേറൊരു ഇസ്ലാം കാര്യവും റബ്ബ് പറയണായിരുന്നു. ഇത് എല്ലാവരും ഒരുപോലെ ശ്രമിച്ച് സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവൻ പൊരുതി വരേണ്ടതുണ്ട് എന്നാണ്. ഇതുപോലെ തന്നെയാണ് ഹജ്ജിന്റെ കാര്യവും. ഒരാൾക്ക് ജീവിത വരുമാനം വരാൻ തുടങ്ങിയ അന്ന് മുതൽ അയാൾ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് അവസാനം അത് പൂർത്തീകരിക്കുമ്പോഴാണ് അയാൾ അത് പോവേണ്ടത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് ഇത്രയും തുക ഇറങ്ങുകയില്ല എന്നാണ്. നമ്മൾ പണിയെടുക്കുമ്പോ, ജീവിതമാർഗം തേടുമ്പോ ഇതും കൂടെ മനുഷ്യന്റെ മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മൾ പണിയെടുക്കാൻ എന്നാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഒരു 5 മിനിറ്റ് കൂടെ മനസ്സിലാക്കേണ്ട വേറൊന്നാണ്, സീക്കിംഗ് ലിവ്ലിഹുഡ് ഈസ് നോട്ട് ജെൻഡർ ബേസ്ഡ്. വരുമാനം തേടുക അല്ലെങ്കിൽ ജീവിതമാർഗം തേടിയിട്ട് പണിയെടുക്കുക എന്നത് ആണുങ്ങൾക്ക് മാത്രം ചെയ്തതാണ് എന്നാണ് നമ്മളിൽ ഭൂരിഭാഗവും നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാമിൽ എവിടെയും ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ പെണ്ണ് ജീവിതമാർഗം തേടരുത് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ സക്കാത്ത് എന്ന് പറയുന്ന ആരാധനയും ഹജ്ജ് എന്ന് പറയുന്ന ആരാധനയും ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് പെണ്ണുങ്ങളും ഇതേപോലെ വരുമാന മാർഗം തേടുകയും കൊടുക്കുകയും ഹജ്ജിന് പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ സ്ത്രീകൾക്കും ഇത് നിർബന്ധമാണ്. നിർബന്ധമല്ല, ചെയ്യാവുന്നതാണ്. അവരെ അതിന് പോവല്ലേ എന്ന്, കാരണം സക്കാത്ത് എന്റെ ഭർത്താവ് കൊടുത്തിട്ടുണ്ട് എനിക്ക് കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റൂല. അത് വ്യക്തികൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ആരാധനാ മുറയായതുകൊണ്ട് ജീവിത വരുമാനം ആണിനും പെണ്ണിനും തേടാം എന്നതാണ്. ഇനിയോ അങ്ങനെ തേടുമ്പോ ഇങ്ങനെയാണ് റസൂല് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും തേടുമ്പോ മനസ്സിലുണ്ടാകേണ്ടത് എങ്ങനെയാ? വർക്ക് വിത്ത് യു ഡു നോട്ട് ഡൈ അറ്റ് ഓൾ. ഒരാള് തീരുമാനിച്ച് ഒരാൾ വിചാരിച്ചാൽ പിന്നീട് അയാൾ ഇങ്ങനെ സമ്പത്ത് കൂട്ടിക്കൊണ്ടിരിക്കൂലേ, അതേ ഏണിംഗ് ആൻഡ് സ്പെൻഡിങ്, അതിന്റെ ഇക്വിലിബ്രിയമാണ് പറയുന്നത്. വിചാരിച്ചിട്ട് പണിയെടുക്കുകയും വിചാരിച്ചിട്ട് ചെലവഴിക്കുകയും ചെയ്യണം. അല്ലെ? 2 പോയിന്റ് കൂടിയാണ് പറയാനുള്ളത്. അതിൽ ഒന്നാണ് മാസത്തിലായോ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ലീഡ് us, അത് നമ്മളെ അല്ലാഹുവിലേക്ക് സോ ക്ലോസ്, വളരെ അടുത്തായി എത്തിക്കുന്ന ഒരു സാധനമാണ്. അല്ലാഹു നമുക്ക് നിശ്ചയിച്ച വരുമാന മാർഗം ഒരു രൂപ പോലും നമ്മുടെ വരുമാനത്തിലേക്ക് ഒരു മാസം വരൂല, അതിനപ്പുറം എത്ര ചാടിയാലും വരൂല. അപ്പോ ആ കിട്ടുന്നതിൽ നിന്ന് റെഗുലറായി എന്തെങ്കിലും ഒരു സംഖ്യ മാറ്റി വെച്ചിരിക്കുന്നത് അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കും എന്നതാണ്. ഒരു ഉപദേശമുണ്ട്. ചിലപ്പോ കുട്ടികളെ നോക്കാൻ വേണ്ടി, കുടുംബം നോക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഒരു ധർമ്മം എന്നത് എന്താണ്? ഭർത്താവ് ഇങ്ങനെ രാവും പകലും അധ്വാനിച്ചു വന്നിട്ട് കുറച്ച് പൈസ സ്ത്രീകളുടെ അടുത്താണ് കൊടുക്കാറുള്ളത്. സ്ത്രീകളുടെ അടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെലവാക്കാൻ കൊടുത്തതിൽ നിന്ന് അവർ കുറച്ച് എടുത്തു വെക്കുകയോ ചെയ്യും. എന്ന് പറയുന്നത് കീപ്പിംഗ് എ സീക്രട്ട്, an emergency secret saving. ഒരു ഭർത്താവിനെ ഒരു പ്രത്യേകമായ ആവശ്യം വരുമ്പോ ബുദ്ധിമുട്ടുമ്പോ എടുത്തു വെച്ച പൈസ നിങ്ങൾ എടുത്തോളും എന്ന് കൊടുക്കാനുള്ള സേവിങ് ഉണ്ടായിരിക്കേണ്ടത് സ്ത്രീകളോട് റസൂൽ ഉപദേശിച്ച ഒന്നായിരുന്നു. നമ്മുടെ പൂർവികരായ ആളുകൾ അങ്ങനെ തന്നെ ആയിരുന്നു കണ്ടിരുന്നത്. ഒരു കഥ ഇതൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ഭരിച്ചുകൊണ്ടിരിക്കുക, മൂപ്പര് രാജാവാണ്.
ഇരിക്കെ അദ്ദേഹത്തിന് മുന്തിരി കഴിക്കാൻ ആഗ്രഹം ഉണ്ടായി. മുന്തിരി കഴിക്കണം. മുന്തിരി കഴിക്കാൻ എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ റസൂലിന്റെ ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നായിരുന്നു മുന്തിരി. അപ്പൊ കുറെ കാലായിട്ട് അതേപടി പിന്തുടർന്നിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് കുറെ ദിവസമായി റസൂലിന്റെ ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചില്ലല്ലോ എന്ന ബോധത്തിൽ നിന്ന് അദ്ദേഹത്തിന് മുന്തിരി കഴിക്കണം. മുന്തിരി കഴിക്കാൻ നോക്കുമ്പോഴോ കയ്യില് പൈസ അല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അത് കടം ചോദിക്കല്ല, അത്യാവശ്യം വരുമ്പോ മൂപ്പർക്ക് പോകാനുള്ള അഭയസ്ഥാനം ഭാര്യയുടെ അടുത്താണ്. ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഭാര്യയുടെ അടുത്തിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കാണ്, ഉണ്ടോ സഖി മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടോ പ്രിയേ കൽബിലൊരാശ നീടുവാൻ. ഭാര്യ അടുത്ത് പറയണേ, എനിക്ക് മുന്തിരി കഴിക്കണം, വല്ലാത്ത കൊതിയാണ്, നിങ്ങളടുത്ത് പൈസ ഉണ്ടോന്നാ ചോദിക്കുന്നത്. അപ്പൊ ഭാര്യ ഇങ്ങോട്ട് ചോദിക്കുന്ന ആ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് നമ്മള് പാട്ടായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കേൾക്കുന്ന സ്ത്രീകൾ ചെയ്യാനുള്ളതും അങ്ങനെയാണ്. ഭർത്താവിന് വല്ലാത്ത സന്തോഷമായിരിക്കും അത്. എങ്ങനെ ഞാൻ ഒരു 10 രൂപ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആകപ്പാടെ ബേജാറായി നടക്കുമ്പോൾ ഇത് എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുമ്പോഴുള്ള ആ സ്നേഹവും ആ കരുതലും ഒക്കെ ഒരുപാട് വലുതാണ്. എന്തായാലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാർക്കൊക്കെ നമ്മൾ പറയേണ്ടത് ഈ കരിയർ ഡെസ്റ്റിനേഷൻ ആൻഡ് കരിയർ പാത്ത്. ഏത് വഴിയിലൂടെയാണ് അവന്റെ കരിയർ, ജീവിത വരുമാനത്തിന്റെ ആ വഴി പോവേണ്ടത്, അത് എവിടെയാണ് എത്തപ്പെടേണ്ടത് എന്നൊക്കെ അത് വേറൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു അവസരം കിട്ടുമ്പോൾ അതെല്ലാം പറയാം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് മോളെ കൊണ്ടുവന്ന് ഇതിലിട്.